അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. പലപ്പോഴും പ്രവാസികളാണ് നിരന്തരമായിട്ട് നമ്മെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്, നമുക്ക് മെസ്സേജ് ചെയ്യുന്നത്. ആദ്യം പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ നല്ലൊരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ നല്ലൊരു കഫീലിനെ ലഭിക്കണം എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്ന ആളുകൾ. ഗൾഫിലെത്തിയാൽ അവരുടെ സ്നേഹമില്ല, ശത്രുതയുണ്ട്. വീട്ടുകാർ, അറബി വീട്ടുകാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക്, ഗൾഫിലൊക്കെ തന്നെ ആവണമെന്നില്ല, എവിടെയെങ്കിലും ജോലിക്ക് പോയി ആ വീട്ടുകാരുടെ നിരന്തരമായ സ്നേഹമില്ലായ്മയും ഒരു ശത്രുത മനോഭാവവും അതൊക്കെ മാറിക്കിട്ടണം എന്നാഗ്രഹിക്കുന്ന, എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്ന്, കഫീൽ നല്ല സ്നേഹം നമ്മോടുണ്ടാകണം, നമ്മുടെ ഇഷ്ടം ഉണ്ടാകണം, മാനേജർക്ക് നമ്മോട് ഇഷ്ടം ഉണ്ടാകണം ജോലി സ്ഥലത്ത്. ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. പ്രവാസികൾക്ക് വളരെ ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാർക്കും ഇത് ഉപകാരപ്പെടും, ഒരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഓൺലൈനായിട്ട് മദ്രസ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, 40-50 വയസ്സുള്ള ഉമ്മമാരൊക്കെ ഇപ്പോൾ നമ്മുടെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഓൺലൈനായിട്ട് വീഡിയോ കോളിലൂടെ സ്വന്തമായി ഇരുന്ന് പഠിക്കുകയാണ്, നാണക്കേടൊന്നും ആക്കാനില്ല. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒറിജിനൽ തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ, ഒറിജിനൽ നെയ്യ് ആവശ്യമാണെങ്കിൽ ഒക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഇനി നമ്മൾ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ നല്ലൊരു ജോലി ലഭിക്കണം, നല്ലൊരു ഉടമസ്ഥനെ ലഭിക്കണം, കഫീലിനെ ലഭിക്കണം, അല്ലെങ്കിൽ നല്ലൊരു മാനേജറിനെ ലഭിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, വഴികളൊക്കെ എളുപ്പമായി നല്ല ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ നല്ലൊരു ജോലി സ്ഥാപനം കിട്ടണം എന്ന് ആഗ്രഹിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4444 സ്വലാത്തു നാരിയ ചൊല്ലാൻ വേണ്ടി നേർച്ച ചെയ്ത്, പറ്റുമെങ്കിൽ നിങ്ങളും കുടുംബവും തന്നെ ഒരുമിച്ച് കൂടി ചൊല്ലിത്തീർക്കുക. 4444. പറ്റില്ലെങ്കിൽ കൃത്യമായിട്ട് ചെല്ലുന്ന മുതഅല്ലിമീങ്ങളെ മറ്റും ഏൽപ്പിക്കാവുന്നതാണ്. അത് പ്രവാസ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വഴികളൊക്കെ എളുപ്പമാകും. ഏറ്റവും നല്ല ഒരു ഉടമസ്ഥനെ നമുക്ക് ലഭിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. നല്ല വിശ്വാസത്തോടു കൂടെ നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ചാനൽ പറയുന്നതൊക്കെ വിശ്വാസികളോടാണ്, അല്ലാതെ താന്തോന്നികളായിട്ട് ജീവിക്കുന്ന, എന്തിനും വിമർശിക്കുന്ന ആളുകളല്ല. ദയവ് ചെയ്ത് നിങ്ങൾ ശല്യം ചെയ്യാതെ ഇരിക്കണമെന്ന് കൂടെ ഒന്ന് അഭ്യർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാരി സ്വലാത്ത് ചൊല്ലി നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, എല്ലാ റൂട്ടും ക്ലിയർ ആയിരിക്കും. ഇനി അവിടെ എത്തി കഫീലിൻ്റെ സ്നേഹം വേണ്ടുവോളും പിടിച്ചു പറ്റണം. എന്നാൽ മാത്രമല്ലേ നമ്മുടെ ഈ ജോലിയിലൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഇതെപ്പോഴും വഴക്കും വെറുപ്പും ഇങ്ങനെ സംസാരങ്ങളും ആയാൽ അതൊരിക്കലും മാനസികമായിട്ട് നമ്മളെ തകർക്കും എന്നല്ലാതെ സന്തോഷത്തിലാക്കൂല. അപ്പോൾ എപ്പോഴും ആ കുടുംബത്തിൻ്റെ സ്നേഹം കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം വിഷയം, അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, സന്തോഷത്തോടുകൂടി അവർ പെരുമാറാൻ വേണ്ടി ചൊല്ലേണ്ട ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ് സ്ക്രീനിൽ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ്. ഈ ദിക്ർ 165 പ്രാവശ്യം, 165 പ്രാവശ്യം നിത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുക. ചൊല്ലുമ്പോൾ നമ്മുടെ ലക്ഷ്യം, ഉദ്ദേശം സ്നേഹം ലഭിക്കണം, വഴക്കില്ലാതെ ഇഷ്ടത്തോടു കൂടെ ജോലി ചെയ്യാൻ പറ്റണം, ഒരു മാനസിക പ്രയാസത്തോടെ ഉണ്ടാകരുത് എന്ന് കരുതി 165 പ്രാവശ്യം ചൊല്ലണം.
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വദൂദ് ഇങ്ങനെ ചൊല്ലുക. ഇത് എത്ര ദിവസം ചൊല്ലണം? നിങ്ങളുടെ ആ ലക്ഷ്യപൂർത്തീകരണം വരെ ചൊല്ലണം. എത്ര സമയം വേണ്ടി വരുന്നു നിങ്ങൾ തമ്മിലുള്ള സന്തോഷത്തിന്, ആ കാലം വരെ നമ്മളിത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖൈറായ രീതിയിലുള്ള എല്ലാ വഴികളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. എന്നീ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ഇനി ഗൾഫിൽ പോയ ആളുകൾ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് പോയിട്ട് ആ കുടുംബവുമായി തെറ്റിപ്പിരിയേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്, ഒരു ശത്രുതാ മനോഭാവം അവർക്ക് മുമ്പിലുണ്ട് എന്ന് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് ഇതിന് പരിഹാരമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. ഇങ്ങനെ നമ്മൾ 51,571 പ്രാവശ്യം 51,571 51,571 പ്രാവശ്യം ഇത് ചൊല്ലിത്തീർക്കണം. ചൊല്ലിത്തീർക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ കരുതൽ എന്ന് പറയുന്നത് ഈ ശത്രുതയൊന്ന് മാറി സ്നേഹം ഉണ്ടാകണം എന്നുള്ളതാണ്. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം ഇങ്ങനെ ചൊല്ലുക. അത് ചൊല്ലി തീർത്ത ശേഷം ഈ ആയത്ത്, ഈ പറഞ്ഞ ഇതേ ആയത്ത് 41 പ്രാവശ്യം പോലെ എല്ലാ ദിവസവും പതിവാക്കുക. നിത്യമായിട്ട് പതിവാക്കുക 41 പോലെ. ഇത് ഒറ്റയിരുത്തത്തിൽ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ 2 ഇരുത്തം കൊണ്ടെങ്കിലും, പരമാവധി പ്രവാസികളാകുമ്പോൾ തിരക്കിലായിരിക്കും, ഇത്രയും പെട്ടെന്ന് ഒറ്റയിരുത്തത്തിൽ പറ്റുമെങ്കിൽ അങ്ങനെ ചൊല്ലിത്തീർക്കുക. ഇല്ലെങ്കിൽ 2-3 ഇരുത്തത്തിൽ ചൊല്ലിത്തീർക്കുക. ആ ചൊല്ലിക്കഴിഞ്ഞ ശേഷമുള്ള ദിവസങ്ങളിൽ 41 പ്രാവശ്യം പോലെ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന ഈ ആയത്ത് 41 പ്രാവശ്യം പോലെ നിത്യമായിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. തീർച്ചയാണ്, എഴുതി വച്ചോ, സ്നേഹങ്ങൾ വർദ്ധിക്കും, നമ്മുടെ ജോലിയിൽ വലിയ സമാധാനങ്ങളുണ്ടാകും, പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ എന്നീ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. നമ്മൾ പറയുന്ന ഈ ഉലൂമുകൾ, ഈ അറിവുകൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, നഷ്ടമാകില്ല, ഒരു സംശയവും വേണ്ട. വിശ്വാസ്യതയോടെ നമ്മൾ ചെയ്യുക. സംശയത്തിൻ്റെ നിഴലിൽ ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ജോലിയിൽ പ്രയാസമനുഭവിക്കുന്ന പ്രവാസികൾക്കൊക്കെ വലിയ സന്തോഷങ്ങൾ അള്ളാഹു എത്രയും പെട്ടെന്ന് നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ വലിയ സമാധാനം നൽകണേ അള്ളാഹ് എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. മുടി കൊഴിച്ചിൽ മാറാൻ, താരൻ മാറാൻ പെർഫെക്റ്റായി നമ്മൾ നിർമ്മിക്കുന്ന നമ്മുടെ എണ്ണ വിതരണം നടക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. മൈഗ്രെയിൻ മാറാനുള്ള എണ്ണയൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല എണ്ണ തന്നെയാണ്. താരനൊക്കെ മാറി പിന്നെ കമ്മി വരുന്നുണ്ട്. പിന്നെ മുടി കൊഴിച്ചിലും നല്ല കൊഴിച്ചിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. പിന്നെ മുടി നല്ല കറുത്ത് വരുന്നുണ്ട്, നല്ല കറുപ്പുള്ള മുടി വരുന്നുണ്ട്. മുടി കൊഴിച്ചിലും താരത്തിന് നല്ല കമ്മിയുണ്ട്, നല്ല മാറ്റം കാണാറുണ്ട്.